നമ്മൾ ഇന്ന് ട്രയാങ്കിൾസ് എക്സസൈസ് 6.2 ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ BPT തിയറം എന്താണെന്നുള്ളത് പഠിച്ചു. അതുപോലെ കോൺവേഴ്സ് ഓഫ് BPT തിയറം എന്താണെന്നുള്ളതും പഠിച്ചായിരുന്നു. അപ്പോൾ BPT തിയറം വെച്ചിട്ടാണ് ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നമുക്കറിയാം എന്താണ് BPT തിയറം. ഇഫ് എ ലൈൻ ഈസ് ഡ്രോൺ പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ, then intersecting the other two sides, a line intersecting the other two sides, then it divides the triangle into same ratio divide ചെയ്യും. അതായത് AD by DB equal to AE by EC. അതാണ് നമ്മുടെ BPT തിയറം. AD by DB equal to AE by EC. അപ്പോൾ ഇതിൽ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ DE പാരലൽ ടു BC. ഇതൊരു ട്രയാങ്കിൾ ABC. അതിൽ DE പാരലൽ ടു BC ആണ്. അതുപോലെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. രണ്ട് സൈഡിന് ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈ BPT തിയറം എങ്ങനെ പറയാം? AD by DB ഈക്വൽ ടു AE by EC. ഇത് BPT തിയറം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് EC ആണ്. അപ്പൊ EC കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ബാക്കിയുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1.5 by 3 ഈക്വൽ ടു AE എന്ന് പറയുന്നത് 1 by EC. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1.5 ഇൻറ്റു EC ഈക്വൽ ടു 3. അപ്പൊ EC എന്ന് പറയുന്നത് 3 by 1.5. അപ്പൊ 3 by 1.5 എന്ന് പറയുമ്പോൾ നമുക്ക് പോയിന്റ് മാറ്റുമ്പോൾ 30 by 50 ഇസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ കിട്ടി. അപ്പൊ ആദ്യത്തത് നമ്മൾ കഴിഞ്ഞു. ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 7.2. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ AD by DB ഈക്വൽ ടു AE by EC. ഇതിലെ AD ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. AD ഈക്വൽ ടു 7. അതായത് AD by 7.2 ഈക്വൽ ടു AE എന്ന് പറയുന്നത് 1.8 ഡിവൈഡ് ബൈ 5.4. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. AD ഇൻറ്റു 5.4 ഈക്വൽ ടു 1.8 ഇൻറ്റു 7.2. ഇതിൽ നമുക്ക് AD ആണ് വേണ്ടത്. AD ഈക്വൽ ടു 1.8 ഇൻറ്റു 7.2 ഡിവൈഡ് ബൈ 5.4. ഇതിന് നമുക്ക് പോയിന്റ് മാറ്റുമ്പോൾ 18 ഇൻറ്റു 72 ഡിവൈഡ് ബൈ 54 ഇൻറ്റു 10. അതായത് പോയിന്റ് മാറ്റാൻ വേണ്ടി 100 കൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ക്യാൻസൽ ചെയ്യുമ്പോൾ 24 by 10 കിട്ടും. 2.4 സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. അപ്പൊ AD എന്ന് പറയുന്നത് 2.4 സെന്റിമീറ്ററും ഇതിൽ നമുക്ക് EC ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. EC 2 സെന്റിമീറ്ററും കിട്ടി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. E and F are points on sides PQ and PR respectively of a triangle PQR. For each of the following cases, state whether EF parallel to QR ആണോ. EF parallel to QR നമുക്ക് എങ്ങനെ പറയാൻ കഴിയുക? അതായത് നമ്മൾ കോൺവേഴ്സ് ഓഫ് BPT തിയറം പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു? അപ്പോൾ നമ്മൾ ഇത് സെയിം റേഷ്യോയിലാണ് കിട്ടുന്നതെങ്കിൽ ഈ രണ്ട് ലൈനും പാരലൽ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് PE by EQ ഈക്വൽ ടു PF by FR നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബൈ കോൺവേഴ്സ് ഓഫ് BPT EF പാരലൽ ടു QR. അപ്പൊ അതാണ് ഇതിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ PE എന്ന് പറയുന്നത് 3.9 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 3.6 ഡിവൈഡ് ബൈ 2.4. ഇതിനെ നമുക്ക് പോയിന്റ് മാറ്റുകയാണെങ്കിൽ ഇതിൽ പോയിന്റ് മാറ്റാതെ തന്നെ കിട്ടുമല്ലോ. 1.3 ഇതാണെങ്കിൽ 3.6 36 by 24 ആണ്. 36 by 24 എന്ന് പറയുമ്പോൾ 6 കൊണ്ട് ചെയ്യണം. 6 4 3 by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നു? 3 1.5 ആണ്. അപ്പൊ നോട്ട് ഈക്വൽ ആണ്. PE by EQ നോട്ട് ഈക്വൽ ടു PF by FR ആണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് പറയാം therefore EF is not parallel to QR. ആദ്യത്തെ ഭാഗം ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പാരലൽ അല്ല, സെയിം റേഷ്യോയിൽ കിട്ടാത്തത് കൊണ്ട് അത് പാരലൽ അല്ല എന്ന് പറയാം. അടുത്തത് PE by EQ ഈക്വൽ ടു, അതായത് PE എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഇവിടെ PE എന്ന് പറയുന്നത് 4 by 4.5 ഈക്വൽ ടു 8 by 9. ഇവിടെ 4 by 4.5 എന്ന് പറയുന്നതും ഇത് സെയിം റേഷ്യോയിലാണ് നമുക്ക് കിട്ടുക. അതായത് 40 by 45 ഈക്വൽ ടു 8 by 9.
ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുമ്പോൾ 40/45, അതായത് പോയിന്റ് മാറ്റാവുന്നതുകൊണ്ട് മുകളിൽ താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 40/45 ഇതിനെ നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 8/9 തന്നെയാണ് കിട്ടുന്നത്. രണ്ടിലും 8, അതായത് P/EQ ഈക്വൽ ടു PF/FR ആണ്. PE/EQ ഈക്വൽ ടു PF/FR ആയതുകൊണ്ട് നമുക്ക് പറയാം EF പാരലൽ ടു QR ആണെന്ന് പറയാം. അപ്പൊ ഇനി തേർഡ് ക്വസ്റ്റ്യൻ. അതിൽ തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് തന്നിട്ടുള്ളത്? PQ ആണ് തന്നിട്ടുള്ളത്. PQ എന്ന് പറയുന്നത് 1.28 ആണ്. പിന്നെ PE തന്നിട്ടുണ്ട്. PE എന്ന് പറയുന്നത് 0.18. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? PQ/PE ഈക്വൽ ടു PR/PF എടുക്കാം. അല്ലെങ്കിൽ PQ എന്ന് PE മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് EQ എന്താന്നുള്ളത് കിട്ടും. ഇവിടെ EQ എന്ന് പറയുന്നത് ഈക്വൽ ടു മൈനസ് ചെയ്യാം. അപ്പൊ 1.10. EQ എന്ന് പറയുന്നത് 1.10 കിട്ടി. അപ്പൊ PE എന്ന് പറയുന്നത് എത്രയായിരുന്നു? 0.18 ഡിവൈഡ് ബൈ EQ എന്ന് പറയുന്നത് 1.10 ഈക്വൽ ടു. അതുപോലെ നമുക്ക് ഇനി എന്ത് വേണം? PF തന്നിട്ടുണ്ട്. PF 0.36 ആണ്. PR തന്നിട്ടുണ്ട്. PR എന്ന് പറയുന്നത് 2.56 ആണ്. അതിൽ നിന്ന് PF എന്ന് പറയുന്നത് 0.36 മൈനസ് ചെയ്യാം. 0.36 മൈനസ് ചെയ്യുമ്പോൾ 2.20 ആണ് കിട്ടുന്നത്. അതാണ് നമ്മുടെ FR. FR എന്ന് പറയുന്നത് PR മൈനസ് PR എന്ന് PF മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് FR കിട്ടും. അപ്പോൾ PF എത്രയായിരുന്നു? 0.36 ഡിവൈഡ് ബൈ FR എന്ന് പറയുന്നത് 2.20. നമുക്ക് പോയിന്റ് മാറ്റാം. പോയിന്റ് മാറ്റുമ്പോൾ 18/110 ഈക്വൽ ടു 36/220. ഇതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 9, 5, 10, 55. ഇത് നമുക്ക് അതുപോലെ 4 കൊണ്ട് ചെയ്ത് നോക്കാം. 4 കൊണ്ട് ചെയ്യുമ്പോൾ 9 4s 36. ഇത് 4 കൊണ്ട് ചെയ്യുമ്പോൾ 5 4s 20 55. ഇപ്പൊ 9/55 തന്നെയാണ് രണ്ട് സൈഡിലും വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം? PE/EQ ഈക്വൽ ടു PF/FR ആണ് കിട്ടുന്നത്. അതുകൊണ്ട് therefore EF പാരലൽ ടു QR ആണെന്ന് പറയാം. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ. കോൺവേഴ്സ് ഓഫ് BPT വെച്ച് ചെയ്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ BPT തിയറം വെച്ചിട്ടായിരുന്നു ചെയ്തത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ഇതിൽ തേർഡ് ക്വസ്റ്റ്യൻ LM പാരലൽ ടു CB, അതുപോലെ LN പാരലൽ ടു CD ആണ്. അങ്ങനെയാണെങ്കിൽ AM/AB ഈക്വൽ ടു AN/AD എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് ട്രയാങ്കിൾ ഉണ്ട്, ABCയും അതുപോലെ ACD. ഈ രണ്ട് ട്രയാങ്കിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ LM പാരലൽ ടു BC ആണ്. LM പാരലൽ ടു BC ആണെങ്കിൽ ഈ ട്രയാങ്കിൾ ABCയിൽ നമുക്ക് എങ്ങനെ പറയാം? റേഷ്യോ AM/AB. നമ്മൾ 3 വിധത്തിൽ എഴുതുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആദ്യം AM/MB ഈക്വൽ ടു AL/LC. ഇങ്ങനെ ഒരു, അതായത് ഈ ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ലൈനും പാരലൽ ആണെങ്കിൽ ഒരു ഇത് BPT തിയറം നമുക്ക് എങ്ങനെ എഴുതാം? AM/MB ഈക്വൽ ടു AL/LC. അതുപോലെ പിന്നെ ഒന്ന് പറയുന്നത് നമ്മൾ AM/AB ഈക്വൽ ടു AL/AC ഇങ്ങനെ എഴുതാം. പിന്നെ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് MB/AB ഈക്വൽ ടു LC/AC. ഈ 3 രീതിയിൽ നമുക്ക് BPT തിയറം വെച്ചിട്ട് ഈ ഒരു ട്രയാങ്കിൾ LM പാരലൽ ടു BC ആണെങ്കിൽ എഴുതാം. നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് AM/AB ആണ്. AM/AB എന്ന് കിട്ടേണ്ടത് കൊണ്ട് നമ്മൾ ഈ രീതിയിൽ എഴുതുന്നു. AM/AB ഈക്വൽ ടു, അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എഴുതുക AL/AC. അപ്പോൾ ഇൻ ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ ABCയിൽ LM പാരലൽ ടു BC, LM പാരലൽ ടു BC ആയതുകൊണ്ട് ബൈ BPT തിയറം നമുക്ക് എങ്ങനെ പറയാം? AM/AB ഈക്വൽ ടു AL/AC. ഇത് നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. അതുപോലെ ഇൻ ട്രയാങ്കിൾ ADC രണ്ട് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ട്രയാങ്കിൾ ഇതൊരു ട്രയാങ്കിൾ. ഇൻ ട്രയാങ്കിൾ ADCയിൽ നമുക്ക് എങ്ങനെ പറയാം? LN പാരലൽ ടു CD ആണ്. അത് ഗിവൺ ആണ്. LN
പാരലൽ ടു സി ഡി, ln പാരലൽ ടു സി ഡി ആയതുകൊണ്ട് ബൈ ബി പി ടി തിയറം നമുക്ക് എങ്ങനെ എഴുതാം? AL ബൈ AC ഈക്വൽ ടു AN ബൈ AD. ഈ രണ്ട് ഇതിൽ നോക്കുകയാണ്. AL ബൈ AC ഈക്വൽ ടു AN ബൈ AD. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫ്രം 1 and 2 നമുക്ക് എന്ത് കോമൺ ആയിട്ടുണ്ട്? AL ബൈ AC രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. AL ബൈ AC രണ്ടിലും കോമൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? AM ബൈ AB ഈക്വൽ ടു AN ബൈ AD. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ട് ട്രയാങ്കിൾ ആയിട്ട് ചെയ്യാത്രേ ഉള്ളൂ. LM പാരലൽ ടു BC ആണ്, ഇതിൽ LN പാരലൽ ടു CD ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണോ പ്രൊപ്പോർഷൻ എടുക്കുന്നത് അത് കറക്റ്റ് ആയിട്ട് AM ബൈ AB ഈക്വൽ ടു AL ബൈ AC. അതുപോലെ ഇതിൽ AL ബൈ AC ഇസ് ഈക്വൽ ടു AN ബൈ AD. കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഇക്വേഷനിലും നമുക്ക് എന്ത് കിട്ടും? AM ബൈ AB ഈക്വൽ ടു AN ബൈ AD. അപ്പൊ 4th ക്വസ്റ്റ്യൻ, DE പാരലൽ ടു BC. DE പാരലൽ ടു AC ആണ്. അതുപോലെ DF പാരലൽ ടു AE. അപ്പൊ ഈ DF പാരലൽ ടു AE ഉണ്ട്. അതുപോലെ ഈ ലൈൻ DE പാരലൽ ടു AC ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് BF ബൈ FE ഈക്വൽ ടു BE ബൈ EC എന്ന് കിട്ടണം. അപ്പൊ അതില് നമ്മൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾ ആയിട്ട് എടുക്കുക. അതായത് DF പാരലൽ ടു AE ആയതുകൊണ്ട് ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് എടുക്കുക, ABE. ആ ട്രയാങ്കിളിൽ നമുക്ക് എങ്ങനെ പറയാം? DF പാരലൽ ടു AE ആയതുകൊണ്ട് ബൈ BPT തിയറം BF ബൈ FE അതാണ് നമുക്ക് വേണ്ടത്. BF ബൈ FE ഈക്വൽ ടു BD ബൈ DA. ആദ്യം ABയിൽ അതുപോലെ ചെയ്യും. പിന്നെ നമുക്ക് വലിയ ട്രയാങ്കിൾ എടുക്കാം. വലിയ ട്രയാങ്കിൾ ABC. അതിലാണ് നമുക്ക് എന്തൊക്കെ പാരലൽ ആയിട്ടുള്ളത്? അതായത് DE പാരലൽ ടു AC. ഈ രണ്ട് ലൈനും പാരലൽ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് വലിയ ട്രയാങ്കിൾ എടുക്കുക. വലിയ ട്രയാങ്കിളിൽ നമുക്ക് എങ്ങനെ പറയാം? BE ബൈ EC. നമുക്ക് എന്താണ് കിട്ടേണ്ടത് അതേപോലെ എടുക്കുക റേഷ്യോ. BE ബൈ EC ഈക്വൽ ടു BD ബൈ DA. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ രണ്ട് ഇക്വേഷനും നമുക്ക് എന്ത് കിട്ടും? BF ബൈ FE ഈക്വൽ ടു BE ബൈ EC. അപ്പൊ ആദ്യം നമുക്ക് ഈ ട്രയാങ്കിൾ ABE, ആ ചെറിയ ട്രയാങ്കിൾ എടുക്കുക. ഈ ട്രയാങ്കിൾ ABEയിൽ ഏതൊക്കെയാണ് നമുക്ക് പാരലൽ ആയിട്ടുള്ളത്? DF പാരലൽ ടു AE. DF പാരലൽ ടു AE. Therefore by BPT തിയറം നമുക്ക് എങ്ങനെ പറയാം? BF ബൈ FE ഈക്വൽ ടു BD ബൈ DA. അത് ഇക്വേഷൻ 1 എന്ന് കൊടുക്കും. അതുപോലെ ഈ ട്രയാങ്കിൾ ABCയിൽ നമുക്ക് എന്താണ് പാരലൽ ആയിട്ടുള്ളത്? DE പാരലൽ ടു AC. DE പാരലൽ ടു AC ആയതുകൊണ്ട് therefore by BPT തിയറം നമുക്ക് എങ്ങനെ പറയാം? BE ബൈ EC ഈക്വൽ ടു BD ബൈ DA. ഇത് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. അപ്പോൾ ഫ്രം ഇക്വേഷൻ 1 and 2 നമുക്ക് എന്ത് പറയാം? രണ്ടിലും റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയിരിക്കും. DF ബൈ FE ഈക്വൽ ടു BE ബൈ EC. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് നിങ്ങൾ ആ ട്രയാങ്കിൾ കറക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ മതി. അതായത് ഇതിൽ നമുക്ക് DF പാരലൽ ടു AE ആണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ എടുക്കണം എന്നുള്ളത് ഓർമ്മ വരണം, AB. അതുപോലെ അടുത്തതിൽ DE പാരലൽ ടു AC ആണ്. അപ്പോൾ ആ ട്രയാങ്കിൾ കറക്റ്റ് ആയിട്ട് എടുക്കുക. ABC BPT തിയറം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ 5th ക്വസ്റ്റ്യൻ, DE പാരലൽ ടു OQ എന്നുണ്ട്. അതുപോലെ DF പാരലൽ ടു OR. അങ്ങനെയാണെങ്കിൽ EF പാരലൽ ടു QR എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. EF പാരലൽ ടു QR കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? PE ബൈ EQ ഈക്വൽ ടു PF ബൈ FR എന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? EF പാരലൽ ടു QR.
PE by EQ equal to PF by FR എന്ന് കിട്ടണം. സെയിം റേഷ്യോയിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ എന്ത് പറയാം? EF by converse of BPT, EF parallel to QR. ഇതിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് എന്താണ് ഇവിടെ തന്നിട്ടുള്ളത് നോക്കാം. DE parallel to OQ ആണ്. DE parallel to OQ. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഇവിടെ രണ്ട് ട്രയാങ്കിൾ കാണില്ലേ? നമ്മൾ ആദ്യം ഇതിൽ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇങ്ങനെയാണ് ഏകദേശം ഉള്ളത്. ഈ ഒരു ട്രയാങ്കിൾ, അതായത് PQO ഈ ഭാഗമുള്ളത്, PQO എന്ന ട്രയാങ്കിളിൽ നമുക്ക് എന്തൊക്കെയാണ് ഈ പാരലൽ ആയിട്ടുള്ള? DE പാരലൽ ടു OQ ആണ്. DE പാരലൽ ഇൻ ട്രയാങ്കിൾ PQO, ട്രയാങ്കിൾ PQOയിൽ നമുക്ക് എന്ത് പറയാം? DE പാരലൽ ടു OQ ആണെങ്കിൽ ബൈ BPT തിയറം നമുക്ക് എന്ത് പറയാം? PE by EQ equal to PD by DO. ഇവിടെ DE ആണ് ഈ OQന് പാരലൽ ആയിട്ടുള്ളത്. ഇത് D, ഇത് E. അപ്പോൾ DE OQന് പാരലൽ ആയിട്ടുള്ളതുകൊണ്ട് PE by EQ equal to PD by DO എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ബൈ BPT PE by EQ equal to PD by DO. ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കൊടുക്കുക. ഇനി സെക്കൻഡില് നമ്മൾ എന്തെടുക്കുക? ഈ ട്രയാങ്കിൾ എടുക്കുക. PRO ഇപ്പുറത്തെ സൈഡിൽ PRO, അതിലെന്താണ് നമുക്ക് പാരലൽ ആയിട്ടുള്ളത്? DF പാരലൽ ടു OR ആണ്. ഇൻ ട്രയാങ്കിൾ PROയില് നമുക്ക് എന്ത്? DF പാരലൽ ടു OR, DF പാരലൽ ടു OR. അതുപോലെ അങ്ങനെയാണെങ്കിൽ ബൈ BPT തിയറം നമുക്ക് എന്ത് പറയാം? PF by FR equal to PD by DO. ഇതേപോലെ തന്നെ PF by FR equal to PD by DO. PF by FR equal to PD by DO. ഇത് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. ഇനി ഫ്രം 1 and 2 നമുക്ക് എന്ത് പറയാം? ഫ്രം ഇക്വേഷൻ 1 and 2, ഫ്രം ഇക്വേഷൻ 1 and 2 നമുക്ക് PD by DO രണ്ടിലും സെയിം ആയിട്ടുണ്ട്. അപ്പോൾ PE by EQ ഈക്വൽ ടു PF by FR. ഇപ്പൊ സെയിം റേഷ്യോയിൽ കിട്ടി. അതായത് വലിയ ട്രയാങ്കിൾ PQRൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? PE by EQ ഈക്വൽ ടു PF by FR ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ therefore by converse of BPT EF parallel to QR ആണ്. സെയിം റേഷ്യോയിൽ കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? EF പാരലൽ ടു QR. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ്